ഒന്നുകൂടി ഞാൻ പറയാം, വളരെ ശ്രദ്ധിക്കണം. സ്വന്തം മൊബൈലിലാണെങ്കിലും സ്വന്തം ഭാര്യയുടെ ചിത്രം പ്രൊഫൈലാക്കി വെക്കരുത്. അറിവില്ലായ്മ കൊണ്ടാകാം, വിവരക്കേട് കൊണ്ടാകാം. മൊബൈൽ ഫോണിന്റെ പ്രൊഫൈലുകളും മൊബൈൽ ഫോണിൽ തുറന്നാൽ പലപ്പോഴും കാണുന്ന വിധത്തിൽ മൊബൈൽ ഫോണുകളിൽ അന്യപെണ്ണിന്റെ ചിത്രങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ചില ആളുകളെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഒരിക്കലും അരുത്. നിനക്ക് നിന്റെ ഭാര്യയെ നോക്കല് ഹലാലാണ്, അതിൽ അഭിപ്രായ ഭിന്നതയില്ല. നിനക്ക് നിന്റെ ഭാര്യയെ കാണൽ ഹലാലാണെന്ന് മാത്രമല്ല, അവളിലേക്ക് നോക്കല് നിനക്ക് സുന്നത്താണ്, അവളെ നോക്കല് നിനക്ക് പുണ്യമാണ്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ആ ഭാര്യയെ മറ്റൊരാൾക്ക് കാണിക്കുന്നതിന്റെ വിധി ഹറാമാണ്, മറ്റൊരാൾക്ക് കാണിക്കുന്നതിന്റെ വിധി ഹറാമാണ്. എന്റെ മൊബൈൽ ഫോണിൽ ഞാൻ പ്രൊഫൈലാക്കി എന്റെ ഭാര്യയുടെ ചിത്രം വെച്ചാൽ അതെങ്ങനെ മുസ്ലിയാരെ മറ്റൊരാളെ കാണലൂ? നീ ബസ്സിലിരിക്കുന്നു, ട്രെയിനിലിരിക്കുന്നു, അങ്ങനെ നീ അറിയാതെ മറ്റേതെങ്കിലും സമയത്ത് നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, മറ്റൊരാൾ നിന്റെ മൊബൈൽ ഫോണിൽ നിന്റെ ഭാര്യയുടെ ചിത്രം കണ്ടുപോയാൽ അതിന് നീ ഉത്തരവാദിയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരോട് പറയുന്നു, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ ഫോട്ടോകൾ പ്രൊഫൈലാക്കി വെക്കരുത്. മൊബൈൽ ഫോണിൽ തുറക്കുമ്പോ കാണുന്ന വിധത്തിൽ വാൾപേപ്പറാക്കി വെക്കരുത്. അങ്ങനെ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങളെ ഭാര്യമാരെ ചിത്രങ്ങൾ ഉപയോഗിക്കരുത്. മറ്റുള്ളവരുടെ കണ്ണുകൾ തെറ്റിപ്പോകുന്ന വിധത്തിൽ നിങ്ങളെ ഭാര്യമാരുടെ ചിത്രങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്ക് പോലും കാണിച്ചു കൊടുക്കരുത്. പെണ്ണ് കണ്ടു വന്നാൽ ഇഷ്ടപ്പെട്ടാൽ പിന്നെ കൂട്ടുകാർക്കൊക്കെ ചിത്രം കാണിച്ചു കൊടുക്കുന്ന ചില വിവരം കേട്ട ആളുകൾ അല്ലെങ്കിൽ ചിന്തിക്കാത്ത ആളുകൾ ഉണ്ട് എന്നത് ഞാൻ പറയേണ്ടതില്ല. രാജസ്ഥാനത്ത് കാസർഗോഡ് ജില്ലയിലുള്ളവരൊക്കെ നല്ല ഈമാനുള്ളവരായതുകൊണ്ട് അത്തരം ആളുകൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാര്യയുടെ ചിത്രം മറ്റൊരാളുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് ആ ഭാര്യയുടെ ഭംഗിയെക്കുറിച്ച് കൂട്ടുകാരുമായി ചർച്ച ചെയ്യുന്ന വിവരദോഷികളുണ്ട്. അരുതേ കൂട്ടുകാരെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോടും പറയുന്നു, നിങ്ങളെ മൊബൈൽ ഫോണിലുള്ള ചിത്രങ്ങള് നിങ്ങളെ കൂട്ടുകാരികൾക്ക് നിങ്ങളും കാണിച്ചു കൊടുക്കരുത്, നിങ്ങളും കാണിച്ചു കൊടുക്കരുത്. പ്രത്യേകം പറയട്ടെ ഉമ്മമാരെ, ആ വിഷയത്തിൽ നിങ്ങളെ മക്കളെ വളരെ ശ്രദ്ധിച്ചോളണം. മൊബൈൽ ഫോണിൽ മക്കൾ സൂക്ഷിച്ചു വെക്കുന്ന തിന്മകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും ബാപ്പമാരും ഉമ്മമാരും ബോധമുള്ളവരാകണം. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനിപ്പതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. ഇമാം